മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് മനസ്സിനുള്ളിൽ. വയറിലൊരു മെറൂൺ റോസാപ്പൂ, തലയില് ജമന്തി പോവാ. ഇന്ന് മധുവങ്ങളുമായിട്ട് നല്ല ചർച്ചയാണല്ലോ. അതെ, എം ജി എങ്കിലും അതെ അതെ ചരത്തേട്ടൻ തപ്പുക. അതിന്ന് കഴിച്ച സാമ്പാറിന്റെ മഞ്ഞള. മക്കളെ എന്തോ സുഖായിരിക്കുന്നോ? ഏത് പാട്ടാ പാടുന്നേ? സ്വയംവര ശുഭദിന മംഗളങ്ങൾ. സാമ്പാറോ? ഭയങ്കരമാണല്ലോ മോളെ. സ്വയംവര ശുഭദിന മംഗളങ്ങൾ. ഓക്കെ, ശുഭമാണോ ശുഭമാണോ? ശുഭം. ശുഭം. ഏത് ഷൂ? ഇഷ്യൂ ആണോ? പിന്നത് ആരാ സംഗീത സംവിധാനം? മ്യൂസിക് ആരാ പഠിച്ചതായിരുന്നു? നമ്മുടെ മലയാളത്തിലുള്ള ഒരു കമ്പോസറുമായിട്ടൊരു പഠിച്ചത് തന്നെ. പഠിച്ച് മറന്നുപോയി പാവം. കിട്ടി കിട്ടി കിട്ടി. പറഞ്ഞോ അത് തന്നെ. വരട്ടെ. രവീന്ദ്രൻ മാഷ 10ാം ക്ലാസ്സിൽ ജയിച്ചാ എങ്ങനെ ഇരിക്കും? രവീന്ദ്ര ജെയിൻ. നമ്മള് എനിക്കിവിടെ രവീന്ദ്രൻ ജയിച്ചു. മക്കളെ, അങ്ങനെ രവീന്ദ്ര മാഷ് ജയിച്ചിരിക്കുന്നു. രവീന്ദ്ര ജെയിൻ ആണ് മ്യൂസിക്. എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. അപ്പൊ പാടിയതോ? ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആശകളുള്ള ദോശയായിട്ടൊക്കെ ബന്ധമുണ്ട്. എനിക്ക് ആ ഉടുപ്പിടണമെന്ന് ഭയങ്കര ആശ. അയ്യോ, എന്തൊരു ആശയാ. പിന്നെ ഉടുപ്പിട്ട് എങ്ങനെ ഉണ്ടാവും ആലോചിച്ച് നോക്കി. ഉടുപ്പിട്ട് കഴിഞ്ഞാൽ ബോസിലെ പോലെ ഒരുമാതിരി ബോസിലെ പോലെ. ആശാ ഭോസ്ലെ. ആശ്വാസം. അയ്യോ, സിനിമ അയ്യോ എഴുതിയതാരാണ്? വേറൊരു ചിത്രാന്റിയുടെ കൂടെ അതുപോലെ പാടുന്ന. അതെ, അറിയാം, പക്ഷെ പേര് കുറച്ചു ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഒരു ആന്റി. ആ ആന്റിയുടെ പേരാ അറിയാം, പക്ഷെ പേര് ആന്റിയുടെ പേര് ആലോചിച്ചാ മതി. ആന്റിയുടെ പേരെന്തായിരുന്നു ഇവിടെ വന്നേ? അനുരാധ ചെറിയ പൂച്ചേ. സുജാത ആന്റി അല്ല, സുജാത സിനിമയുടെ പേര് സുജാത. എനിക്ക് വയ്യ, നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ മിന്നി 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 മിന്നി. അതല്ല, ഈ ചെരുപ്പിന്റെ വള്ളി അവിടെ നിന്നിട്ട് ഒന്നൂടെ. അത് ഞാൻ ഇവിടെ എത്തിയപ്പോ ഇങ്ങനെ ആയി. പിന്നെ എന്തുകൊണ്ട്, സുഖമാണോ? പിന്നല്ലാണ്ട് ഒരെതിരഭിപ്രായം ഇല്ലാത്തൊരു കുഞ്ഞാണ്. കാണാൻ നല്ല ചന്തമുണ്ട് കേട്ടോ. മക്കളെ, ഏതാ പാടുന്നേ? മിന്നലെ മിന്നലെ താഴെ വരും. തട്ടിപ്പോവും. മിന്നലെ മേലെ പോകുന്നു പാടിക്കും. ഇങ്ങോട്ടെങ്ങും വരണ്ട ഈ ഏരിയയിലേക്ക്. ഏതാ സിനിമ? ഞാൻ പറയാം. വേഷം. വേഷം. വേഷം വേഷം. 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 ഓ, വേഷം. വേഷോ. അതുകൊണ്ടാ നല്ല വേഷത്തിൽ വന്ന. മ്യൂസിക് ഡയറക്ടർ. ഞാൻ പറയാം. പിന്നെ ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കുന്നത്? ഞാൻ പറയാം. കൈയെടുത്തു, വിരലെടുത്തു. എസ്.എ. രാജ്കുമാർ. രാജ്കുമാർ. നെക്സ്റ്റ്. പിന്നെ എഴുതിയത് കൈതപ്രം സാർ. അതും കൈ. പിന്നെ പാടിയത് ചിത്രാമ്മ. ചിത്രാമ്മ. ഓക്കെ. നിന്നോട്ട് ഈ വർഷം തൊട്ട് ഇനി A+ഉം B+ ഒന്നും ഇല്ല. അല്ലേലും ഞങ്ങൾക്കില്ല. പിന്നെ മാർക്ക് കിട്ടിയാലേ ഉള്ളൂ. അല്ലേലും ഞാൻ വേറെ അല്ലേ. ഇനിയിപ്പോ കുട്ടികൾ എന്തോ ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ലല്ലോ. കുട്ടിയല്ലല്ലോ. 8ലുള്ള കുട്ടികൾക്കൊക്കെയാ പ്രശ്നം. നമ്മളെ ഈ സ്കൂളിന്റെയും കോളേജിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു തമാശ അറിയാമെങ്കിൽ കേട്ടിട്ടുണ്ടോ? അല്ല, ഇത് തമാശ. ടീച്ചർ കുട്ടിയോട് ചോദിച്ചു, തോന്നണം 5ാം മണിക്ക് ഇംഗ്ലീഷ് എഴുതാൻ. 5ാം മണിക്ക്. അപ്പോ കുട്ടി 5th ഫീവർ എന്ന് എഴുതി. അപ്പൊ അത് കണ്ട് അടുത്തിരുന്ന കൊച്ച് പേടിച്ച് വിറച്ചിരിക്കുക. അവനെ ടീച്ചർ പൊതിരെത്തല്ലേ. അവനോട് മൂലക്കുരുവിന്റെ ഇംഗ്ലീഷ് എഴുതാൻ പറയുമ്പോ കോളർ നട്ടെന്ന്. ദൈവമേ.